ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 സവാള, ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സവാളയുടെയൊക്കെ കളർ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ്. എരിവുള്ള മുളകാണ് കേട്ടോ, കാശ്മീരി മുളകൊന്നുമല്ല, സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഈ സമയത്ത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ഇത് അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഒരിച്ചിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഈസി മുട്ടക്കറി റെഡിയായി. ഞാൻ ആദ്യമേ ഇച്ചിരി ഉപ്പിട്ട കാരണം എനിക്കത് ഉപ്പ് കറക്റ്റാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ അടിപൊളി നല്ല കുറുകിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. വേറെ ഒരു സ്പെഷ്യൽ ചേരുവയും ചേർത്തിട്ടില്ല. നല്ല കുറുകിയിരിക്കുന്നുണ്ട്, ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.